മമ്മൂട്ടി മലയാള സിനിമയുടെ നടുനായകനായി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം വന്നിട്ട് അനന്തരം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് അതുമായിട്ട് ബന്ധപ്പെടുന്ന ആ സമയത്ത് അതിലെ നായകൻ്റെ റോളിലല്ല മമ്മൂട്ടി അഭിനയിച്ചത്, 2ാം സ്ഥാനമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ അത് പറഞ്ഞിട്ടാണ്, പറഞ്ഞു കളിപ്പിച്ചതല്ല, ശരിക്കും പറഞ്ഞിട്ടാണ്. അപ്പോൾ എന്നിട്ട് പോലും താല്പര്യം കാണിച്ചു മമ്മൂട്ടി. ആ പടത്തിൽ അഭിനയിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി മമ്മൂട്ടിയെ പോലുള്ളൊരു ആക്ടർക്ക് നല്ല റേഞ്ചുണ്ട്, താൻ ചെയ്യുന്ന റോളിനോടുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ആ ആത്മാർത്ഥതയും ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ പിന്നീട് 2 പടങ്ങളിൽ, അങ്ങനെ 3 പടങ്ങളിൽ ഒരേ നായകൻ അഭിനയിച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് മമ്മൂട്ടിയുടെ ആണോ. അതിലെ അനന്തരം, മതിലുകൾ, വിധേയൻ, ഇതിൽ 2 പടത്തിൽ അദ്ദേഹത്തിന് നാഷണൽ ബെസ്റ്റ് അവാർഡ് കിട്ടുകയും ചെയ്തു. അപ്പൊ മതിലുകളിലേക്ക് ഈ ഒരു ഇത് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോ തന്നെ മനസ്സിൽ വിചാരിച്ചു മമ്മൂക്കനെ കൊണ്ട് തന്നെ ഈ ഒരു ക്യാരക്ടർ ചെയ്യിപ്പിക്കണമെന്ന്. അതെ 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 അത് ഞാൻ ആ കഥ തീരുമാനിക്കുമ്പോൾ തന്നെ മമ്മൂട്ടിയായിരിക്കും അതിന് യോജിക്കുന്നതെന്ന് തോന്നി. മമ്മൂട്ടിയും വളരെ സന്തോഷമായിരുന്നു. കാരണം ബഷീർ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെയാണ് ബഷീറായിട്ട് അഭിനയിക്കാനുള്ള ഒരു ചാൻസ് വരുന്നത്. അത് വായിച്ചിട്ട് പറഞ്ഞു, സ്ക്രിപ്റ്റ് വായിച്ചു സാർ ഇത് വലിയ ഭാഗ്യമാണ് ഇങ്ങനെ ഒരു റോള് കിട്ടുന്നത്, ബഷീർ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിനെ പറ്റി അദ്ദേഹമായിട്ട് അഭിനയിക്കാൻ. അങ്ങനെ ഒരു ത്രില്ലിലാണ് ശരിക്കും പറഞ്ഞ മമ്മൂട്ടി ആ റോള് ചെയ്തത്. എന്തായാലും മമ്മൂക്കാനെ വെച്ചിട്ട് സാർ 3 സിനിമ ചെയ്തു. അതെ, നമ്മുടെ മലയാളികളുടെ മറ്റൊരു പ്രിയപ്പെട്ട നടനാണ് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ. ലാലേട്ടനെ വെച്ച് സാർ എപ്പോഴാണ് സിനിമ ചെയ്യാൻ പോണത്? ഞാൻ ഒരു ആക്ടർക്ക് വേണ്ടി സിനിമ എടുക്കാറില്ല. ഞാൻ എഴുതുമ്പോൾ ചിലരുടെ മുഖം എന്റെ മനസ്സിൽ വരും. അങ്ങനെ തെളിഞ്ഞു വരുന്നവരെ ഞാൻ വിളിക്കുന്നത് അഭിനയിക്കാനായിട്ട്.